പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥനാപൂർവം കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 17-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുർബാന അനുഭവമായി മാറണമെങ്കിൽ മനസ്സാകുന്ന മാളികമുറി സജ്ജമാക്കപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ ഒരുക്കത്തോടുകൂടി കുർബാനയ്ക്കായിട്ട് അണയണം. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. വിശുദ്ധിയുള്ള ഹൃദയം നമുക്കുണ്ടാകണം. ജീവിതത്തിൻ്റെ ഒരുക്കമാണ് കുർബാനയുടെ ഏറ്റവും നല്ല ഒരുക്കമെന്ന് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നിങ്ങൾക്കെല്ലാം പരിചയമാണ്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ഇന്നലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. ഞാൻ സെമിനാരിയിൽ ഈ അനുഭവം ഒരിക്കൽ പങ്കുവെച്ചപ്പോൾ പിറ്റേ ദിവസം കുട്ടികൾ കുർബാന സ്വീകരണത്തിന് അണയുന്നില്ല. നിങ്ങളിൽ ചിലർ രോഗികളും ദുർബലരുമായതിനും ചിലർ മരിച്ചു പോയതിനും കാരണം അതാണ് എന്നുള്ള വചനം ഇതോട് ചേർത്ത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്തു. ഞാനിന്നത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ പരിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പോൾ 2 വിഭാഗം വ്യക്തികളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന്, കുർബാനയുടെ അവസാനം കുർബാന സ്വീകരണമാകുമ്പോൾ ചടഞ്ഞിരിക്കും. അവർ സിനിമ കണ്ട് കണ്ടുപോകുന്നത് പോലെ വളരെ നിസ്സംഗതയോടുകൂടി കുർബാന സ്വീകരിക്കാതെ പോവുകയാണ്. ഞായറാഴ്ച എല്ലാവരുമൊക്കെ കാണാൻ വരുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് മാത്രം പള്ളിയിൽ വരുന്നവരാണ് അവരിൽ വലിയൊരു വിഭാഗം. ഇനി വേറൊരു വിഭാഗമുണ്ട്, എന്നും വന്ന് കുർബാന സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ധ്യാനഗുരുവിൻ്റെ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ സങ്കടത്തോടെ പറയുന്നു, കുർബാന സ്വീകരിച്ച ശേഷം, പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ട ശേഷം ബിസ്ക്കറ്റ് നുണയുന്ന ലാഘവത്തോടെ പോകുന്നവർ. വിദേശത്തൊക്കെ പലപ്പോഴും ഞാനൊരിക്കൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ USA ഷിക്കാഗോയിലാണ്. അപ്പോൾ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് കുട്ടികളൊക്കെ അവരുടെ അധ്യാപകരെയൊക്കെ നോക്കി ചിരിച്ച് ഹായ് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ആൾക്കാരുമൊക്കെയാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഒരു പക്ഷേ അവരൊക്കെ അവിടുത്തെ രീതി, കൾച്ചർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അനുദപിക്കുന്ന ഹൃദയമുണ്ടോ? നല്ല ഒരുക്കത്തോടെയാണ് കുർബാന സ്വീകരിക്കുന്നത്. ഈ 2 വിഭാഗവും ചെയ്യുന്ന തെറ്റുണ്ട്. കുർബാന സ്വീകരിക്കാത്ത ബലിയർപ്പണങ്ങൾ അപൂർണങ്ങളാണെന്ന്, ഇൻകംപ്ലീറ്റ് ആണെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. വചനം കേൾക്കുന്നതിൻ്റെ ഒരുപക്ഷെ പ്രാർത്ഥനകളുടെ ചെറിയൊരു അനുഗ്രഹം പങ്കെടുക്കുന്നവർക്ക് കിട്ടും. പക്ഷെ അവർക്കൊരിക്കലും അതിന് അനുഭവം കിട്ടുകയില്ല. ഇത് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. എന്ന് നമ്മുടെ 2-ാം ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്തുമാത്രമുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. ഇത് ഈശോ ആദ്യം കുർബാന കൊടുത്ത യൂദാസിൻ്റെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യമാണ്. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. അപ്പോൾ അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക്, യൂദാസിൻ്റെ ഉള്ളിലേക്ക് ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം കുർബാന സ്വീകരിച്ച് ആദ്യത്തെ പെസഹായ അർപ്പണത്തിൽ കുർബാന സ്വീകരിച്ച് അവൻ്റെ ഉള്ളിലേക്ക് സാത്താൻ കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓർമ്മിക്കണം, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായി എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് ബലഹീനമായി, സ്നേഹിക്കാനുള്ള ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു, പ്രാർത്ഥിക്കാനുള്ള കൃപ ചോർന്നുപോയി, അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. മരിച്ചു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ജീവൻ പോയി. ഫിസിക്കൽ ഡെത്ത് അല്ല. പെൺകുട്ടിക്കുണ്ടായത് വെറും ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു സംഭവം മാത്രമാണ്. എത്ര അനുഭവങ്ങൾ വേണമെങ്കിലും എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. പക്ഷേ ഇത് ഒരു ഓഡിയോ ആയതുകൊണ്ട് ഞാനത് പങ്കുവയ്ക്കുന്നില്ല. അതായത് പാപത്തിൽ തുടർന്നുകൊണ്ട് ബലിയർപ്പിച്ചാൽ പാപത്തിൽ തുടരാനുള്ള വിഷമം മാറും, മനസാക്ഷിയുടെ വിഷമം മാറും. അവൻ പിന്നെ പാപം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ വിധിക്കരുത്, കുറ്റം പറയരുത്. പക്ഷെ ഒന്നിച്ചിരുന്ന അധികാരികളെ സകലരെയും കുറ്റം പറഞ്ഞ ശേഷം അതേക്കുറിച്ചൊരു ചിന്ത പോലുമില്ലാതെ പിറ്റേ ദിവസം കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾ അറിയാതെ വീണ്ടും കുറ്റം പറയും. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി അശ്ലീല ചിത്രം കണ്ട് രാത്രിയിൽ അത് നുണഞ്ഞ് കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം അതേക്കുറിച്ച് അനുദപിക്കാതെ വന്ന് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുതിയൊരു സൈറ്റ് അവനറിയാതെ തുറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ, സീറോ മലബാർ സഭയിലെ കുർബാനയിൽ 1-ാം വായനയായി കൊടുത്തിരുന്നത് റോമാലേഖനം 7-ാം അധ്യായമാണ്. അപ്പോൾ റോമാലേഖനം 7-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യം മാത്രം വായിക്കുന്നു. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതായത് ആഗ്രഹിക്കാത്ത തിന്മ മനുഷ്യൻ പ്രവർത്തിച്ചു പോകുന്നു. അതിൻ്റെ കാരണം തൊട്ട് താഴെ 20-ാമത്തെ വാക്യത്തിലുണ്ട്. ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കുമ്പോൾ മനസാക്ഷിയുടെ സ്വരം ദുർബലമാകുന്നു. അറിയാതെ പാപം ചെയ്യാനുള്ള ആഗ്രഹം കൂടുകയാണ്. സാത്താൻ എന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. കേൾക്കുന്നവർ ക്ഷമിക്കുക. അശ്ലീല ചിന്തയോടെ സ്വയം ഭോഗത്തിന് ഒരു വ്യക്തി അടിമയായ ശേഷം ആ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഉള്ളിൽ ഒരു വേദനയോ ഒരു അനുതാപമോ ഇല്ലാതെ കുർബാന സ്വീകരിച്ചാൽ പിറ്റേ ദിവസം ആ വ്യക്തി അറിയാതെ ആ പാപത്തിൽ വീണു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. 1 യോഹന്നാൻ 3:9, ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു കമ്മിറ്റ് എ സിൻ. അതായത് ഞാൻ കുർബാന സ്വീകരിച്ച് ദൈവ ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ബോധ്യം എനിക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യാൻ കഴിയില്ല. അതേ വചനം തന്നെ 1 യോഹന്നാൻ 5:18 ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുകയില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ദൈവചൈതന്യം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ചിന്ത സാത്താൻ മായ്ച്ചു കളയുന്നു. പ്രിയപ്പെട്ടവരെ, കുർബാന ഈശോയാണ്. കുർബാനയായി മാറാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ വന്ന് പീഡകൾ സഹിച്ച് ഭരിച്ചത് എന്നുള്ളത് മറക്കരുത്. ഈ വിശുദ്ധി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വൈദികൻ സഹായാഭ്യർത്ഥന നടത്തുന്നത്. എവിടെയാണ് സഹായാഭ്യർത്ഥന നടത്തുന്നത്? എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ആ പരിശുദ്ധ കുർബാനയുടെ മുഴുവൻ പരിശുദ്ധിയും അവിടെ ഉണ്ട്. കാരണം അച്ഛൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെയും ഈ വിശുദ്ധി നിറഞ്ഞ മദ്ബഹായിൽ നിൽക്കുമ്പോൾ തൻ്റെ അയോഗ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശുശ്രൂഷയും കുദാശാവചനങ്ങൾക്ക് ശേഷം ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുന്നിടത്ത് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. വല്ലപ്പോഴുമെങ്കിലും ചൊല്ലുന്നത് നല്ലതാണ്. ചില രൂപതകളിലൊക്കെ ചൊല്ലുന്നുണ്ട്. അതിങ്ങനെയാണ്: അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിനു മുൻപിൽ ശ്രാപ്പേന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്നു. പിന്നീട് പറയുന്നു: പുരോഹിതനോട് ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസിയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കുർബാനയിലെ പല പ്രാർത്ഥനകളും നമ്മൾ തിരിച്ചറിയുന്നില്ല. കുർബാന സ്വീകരണത്തിന് തൊട്ടു മുൻപ് അച്ഛൻ ചൊല്ലുന്നത് എന്നാണ്? വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു, ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ കുർബാനയുടെ വിശുദ്ധിയുടെ മഹത്വം നമ്മളെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മലങ്കര കുർബാനയിൽ ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങളെല്ലാം നീ പരിഹരിച്ച് ക്ഷമിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. എന്നിട്ട് കൊടുക്കുമ്പോൾ തീക്കട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നും വിശുദ്ധിയോടെ കുർബാന സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കം എന്നെ കേൾക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 1-2 പ്രാർത്ഥനകൾ സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. കുർബാന സ്വീകരിക്കുമ്പോൾ പ്രസാദ വരത്തിന് പകരം പൈശാചികത സ്വീകരിക്കരുത്. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയിലെ കുർബാനയിൽ അച്ഛൻ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾ ഒരിക്കലും കേൾക്കുന്നില്ല. എപ്പോഴെങ്കിലും നിങ്ങളുടെ കുർബാനയിലെ ചെറിയ പുസ്തകത്തിൽ നോക്കിയാൽ, പല രൂപതകളിലെ പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ ടക്സായിട്ട് നോക്കിയാൽ മതി: കർത്താവേ, നിന്റെ തിരുശരീരം എനിക്ക് ശിക്ഷാവിധിക്ക് ഹേതുവാകാതെ, കണ്ടോ, എനിക്ക് ശിക്ഷാവിധിക്ക് ഹേതുവാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. അതായത് കുർബാന സ്വീകരിക്കുമ്പോൾ അത് ശിക്ഷയായിട്ട് മാറ്റരുത് കർത്താവേ. അയോഗ്യതയോടെ സ്വീകരിച്ചാൽ അത് ശിക്ഷയായിട്ട് മാറുമെന്നല്ലേ അതിൻ്റെ സൂചന. എന്നിട്ട് അടുത്ത മൂന്നാമതൊരു പ്രാർത്ഥനയുണ്ട്: കർത്താവായ മിശിഹായേ, ഞാൻ അയോഗ്യനെങ്കിലും നിന്റെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം ഇതാ എൻ്റെ കരങ്ങളിൽ. നിന്റെ കാരുണ്യത്താൽ ദാനമായി ഞാൻ സ്വീകരിക്കുന്ന ഭയഭക്തിജനകമായ ഈ രഹസ്യത്തിൻ്റെ ശക്തിവിശേഷം എന്നിൽ പ്രകടമാക്കണമേ. എന്നിട്ട് വൈദികൻ ചില രൂപതകളിലെങ്കിലും ആ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അച്ഛൻ കുർബാന സ്വീകരണത്തിൻ്റെ ഗാനം ആലപിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ കുർബാന കൊടുത്തതിന് ശേഷം ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്: മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ. എന്നെ കേൾക്കുന്നവരെ മറക്കരുത്. നിങ്ങൾ കുർബാന സ്വീകരിച്ച് അയോഗ്യതയോടെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് മറ്റുള്ളവരോട് പിണക്കമൊക്കെ വെച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ അയോഗ്യതയോടെയാണ്. അത് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ, സകലത്തിൻ്റെയും നാഥ എന്നേക്കും എന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ എൻജിനീയറിംഗ് ടെസ്റ്റൊക്കെ കുട്ടികൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ മെഡിസിൻ എൻജിനീയറിംഗ് ഒക്കെ നടത്തുമ്പോൾ നെഗറ്റീവ് മാർക്സ് എന്ന് പറയും. 5 ചോദ്യമുണ്ട്. ആദ്യത്തെ
2 ചോദ്യത്തിന് ശരിയായ ഉത്തരമെഴുതി, പിന്നെ എഴുതിയ 2 ചോദ്യത്തിന് തെറ്റായ ഉത്തരം എഴുതി കഴിഞ്ഞാൽ 0 മാർക്കാണ്. കാരണം അതാണ് നെഗറ്റീവ് മാർക്ക്. ഓരോ കുർബാനയും ഇത് നമ്മൾ ഓർമ്മിക്കണം. കുർബാന സ്വീകരിച്ചതിന് ശേഷം പഴയ വ്യക്തിയല്ല, ഒന്നുകിൽ പ്രസാദപരം നിറഞ്ഞ് ജ്വലിക്കുന്ന ഹൃദയമുള്ള ഒരാൾ, അല്ലെങ്കിൽ പൈശാചികത നിറഞ്ഞ് തെറ്റായ വഴിയിലേക്ക് പോകുന്ന ഒരാൾ. അതുകൊണ്ട് നിങ്ങൾ കുർബാന സ്വീകരിക്കുന്നത് ഒരിക്കലും മാറ്റി നിർത്തരുത്. ഞാൻ നാളെ കുറച്ചും കൂടി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? ഒരുക്കം കൂടാതെ അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പിശാച് കടന്നു വരുന്നുവെന്നുള്ള ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ നിറയാൻ വേണ്ടിയിട്ടാണ്. അത്രമാത്രം പരിശുദ്ധി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയ്ക്കുണ്ട്. തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുണ്ട്. എന്നാണ്? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അതേ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ജീവനില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു ആൾ മരിച്ചതിന് ശേഷം അയാളുടെ നാവിലേക്ക് വെള്ളമൊഴിച്ചാൽ ആ വെള്ളം താഴേക്ക് പോവുകയില്ല. കാരണം ജീവനില്ല. ആത്മാവിൽ പാപം ചെയ്ത് ജീവനില്ലാത്ത അവസ്ഥയിൽ കുർബാന സ്വീകരിക്കുമ്പോൾ ആ കുർബാനയ്ക്ക് എൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് കഴിയില്ല. കർത്താവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഉള്ളിലേക്ക് ഒരിക്കലും ഭയമോ ഭീതിയോ അയക്കാതെ കുർബാന ഒരുക്കത്തോടെ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ, വിശുദ്ധിയും വെടിപ്പുമുള്ള ഹൃദയത്തോടെ സ്വീകരിക്കാൻ കർത്താവേ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ടു മുൻപ് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നുവെന്ന് പറയുമ്പോൾ കർത്താവേ, ഈ മക്കളുടെ ഉള്ളിലേക്ക് ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു അവബോധം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എല്ലാ മക്കളെയും ഞാൻ മുദ്ര ചെയ്യുന്നു. കർത്താവേ, ഇവരുടെ ഹൃദയങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. നാളെ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഉള്ളിലൊരു ബോധ്യം കൊടുക്കണമേ. കർത്താവേ, വിശുദ്ധിയുള്ള കുർബാന ഈശോ തന്നെയാണ് കുർബാന. ആ ഈശോയെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള ബോധ്യം കൊടുക്കണമേ. കർത്താവേ, ഇവരെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.